PSC പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ എക്സാമിനും ചോദിക്കുന്ന ആറ്റമായിട്ട് ചോദിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത്, ഇത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 8ാം ക്ലാസ് വരെയുള്ള എല്ലാം കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പൂൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ LDC ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്കറിയാം SCERT കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആ ടൈം ടേബിളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഫുള്ള് കാണണം. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് വായിക്കുകയും ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് അധികം ആൾക്കാരെ പറ്റി പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. എന്തൊക്കെയാണ്? ചുറ്റുപാടിലുമുള്ള എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ് തന്മാത്ര എന്നുള്ളതിന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത്. തന്മാത്രകളെ വീണ്ടും ചെറുതാക്കാനാകുമെന്നും അപ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്നും നാം പഠിച്ചിട്ടുണ്ടല്ലേ. ആറ്റങ്ങൾ എന്നുള്ളത് അതായത് ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് അതിസൂക്ഷ്മമായ ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹം ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതെന്നാണ് 1807 വർഷം സഹിതം പഠിക്കണം. ആറ്റോമിക സിദ്ധാന്തത്തിൽ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം നിലനിന്നു. കാരണം ഇതിനെ ശാസ്ത്രീയമായി നിരാകരിക്കാവുന്ന നിരീക്ഷണങ്ങളോ പരീക്ഷണ ഫലങ്ങളോ നിഗമനങ്ങളോ ആവിഷ്കരിക്കാൻ ശാസ്ത്രലോകത്തിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. എന്നാണ് ആവിഷ്കരിച്ചത്? 1807. നോക്കാം നമുക്ക്. ആദ്യം ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം. യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ചില കാഴ്ചപ്പാടുകളാണ് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വച്ചത്. ഇതിന് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണ് ഒരു യുക്തിചിന്തയിൽ തോന്നിയ കാര്യങ്ങൾ, ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നിരുന്നാലും പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും ഏറെക്കുറെ യുക്തിസഹമായ വിശദീകരണം നൽകാം ഈ സിദ്ധാന്തത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് വർഷങ്ങളോളം സ്വീകാര്യമായി വന്നു. ഈ സിദ്ധാന്തത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ശാസ്ത്രലോകത്തിന് മതിയായ നിരീക്ഷണ ഫലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജോൺ ഡാൾട്ടൺ, ഇവിടെ നോക്കൂ എന്താ കൊടുത്തിരിക്കുന്നത്? ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലേ. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നു. ഡാൾട്ടനിസം, വർണ്ണാന്തതയുണ്ടല്ലോ, വർണ്ണാന്തതയാണ് നമ്മൾ ഡാൾട്ടനിസം എന്ന് പറയുന്നത് കേട്ടോ. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വർണ്ണാന്തതയാണ്. അതാർക്കുണ്ടായിരുന്നു? ജോൺ ഡാൾട്ടന് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളെന്ന് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെയോ ഇത് പഠിക്കണം കേട്ടോ. ഇത് 6 പോയിൻ്റേ ഉള്ളൂ. എന്താണെന്ന് കറക്റ്റായി മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിലില്ലാത്തത്, അതായത് ആറ്റോമിക സിദ്ധാന്തത്തിലെ ആശയം അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദ്യം വരാം. അതുകൊണ്ട് കറക്റ്റായി പഠിച്ചു വയ്ക്കണം. ഒന്നാമത്തെ എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. രാസപ്രവർത്തന വേളയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിഭജിക്കാനും പറ്റില്ല, നിർമ്മിക്കാനും നശിപ്പിക്കാനും കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഇനിയോ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ 6 കാര്യമാണ് പ്രധാനമായിട്ടും ആറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്ന ആശയങ്ങൾ.
6 എന്താണ് കറക്റ്റായിട്ട് ഈ ക്ലാസ് കഴിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററും പഠിച്ചു കഴിയണം. ആ രീതിയിൽ തന്നെ പഠിച്ചു പോകാം കേട്ടോ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തെ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത്രയാണ് നമ്മൾ ജോൺ ഡാൾട്ടൺ ആയിട്ട്. അപ്പോൾ ജോൺ ഡാൾട്ടൺ എന്ന് കേൾക്കുമ്പോൾ വർഷം 1807 ഓർക്കുക, ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പിന്നെ ഈ 6 പോയിന്റ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ ഇതിന് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഫോക്കസ് കൂടുതൽ കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ജോൺ ഡാൾട്ടൺ ആയിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ, ആറ്റോമിക സിദ്ധാന്തം വന്നു കഴിഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ശാസ്ത്രജ്ഞർക്ക് ബാക്കി കാര്യങ്ങൾ അതങ്ങനെയല്ല എന്നൊന്നും തെളിയിക്കാനുള്ള കാര്യം അതിന് വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കി, ശാസ്ത്രജ്ഞർ നടത്തിയ ഒട്ടേറെ പരീക്ഷണ നിരീക്ഷണ ഫലങ്ങൾ ആറ്റോമിക സിദ്ധാന്തത്തിന് വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അപ്പം അതായി റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ശാസ്ത്രജ്ഞരെ പഠിക്കാനുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഹംഫ്രി ഡേവി, സർ ഹംഫ്രി ഡേവി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ബോളിന് ഹംഫ്രി ഡേവിനെ കണ്ടതല്ലേ. നേരത്തെയുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ ഹംഫ്രി ഡേവിയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നോക്കാം. ഹംഫ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. ഇനി നോക്കിയേ, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേറിയം, ബോറോൺ എന്നിവയൊക്കെ ഇതിൽ പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. ഇങ്ങനെ തന്നെ പഠിക്കണം, ഒന്നും വിട്ടുപോരുത്. എത്ര ഉണ്ട്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേറിയം, ബോറോൺ, 7. ഇനി ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ അദ്ദേഹം മനസ്സിലാക്കി? ആ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. 2 തരം വൈദ്യുത ചാർജ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം സമർത്ഥിച്ചു. ഇപ്പം എന്തൊക്കെയാണ് ഓർത്തു വയ്ക്കേണ്ടത്? ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് നടത്തിയത് എന്നുള്ളത് ഓർക്കുക അല്ലേ. പിന്നെയോ വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചു. പിന്നെ 7 എണ്ണത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കണം. ഏതൊക്കെയാണ് 7 എണ്ണം? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, സ്ട്രോൺഷ്യം, പിന്നെന്താണ്? ബേരിയം, ബോറോൺ എന്നിവ. 7 എണ്ണത്തിൻ്റെ കാര്യം ഓർത്തു വയ്ക്കുക. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? ഹംഫ്രി ഡേവിയാണ്. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് മൈക്കിൾ ഫാരഡെ, വൈദ്യുതിയുടെ പിതാവ് അല്ലേ. വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കിൾ ഫാരഡെ അറിയപ്പെടുന്നത്. വൈദ്യുതിയുടെ പിതാവ്. സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ആദ്യം നടത്തിയത് ഹംഫ്രി ഡേവിയാണ്. പിന്നെയോ ഈ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് ഇദ്ദേഹവും മൈക്കിൾ ഫാരഡെയും ചേർന്ന് കണ്ടുപിടിച്ചു. ഇനിയോ വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി. എന്നാണത്? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്.
വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്ന് കണ്ടെത്തി. തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും, അതായത് വൈദ്യുത വിശ്ലേഷണ നിയമവും ആവിഷ്കരിച്ചു. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെയാണ്. എന്നാൽ ഇതിന് കാരണമായ വസ്തുതകൾ എന്തെന്ന് വ്യക്തമാക്കുന്നതിന് ഇവർക്ക് കഴിഞ്ഞില്ല. ഓക്കെ, ആ ഒരു കാര്യം എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഓർത്തു വയ്ക്കുക, വൈദ്യുതിയുടെ പിതാവാണ്. പിന്നെയോ മറ്റേ ഹംഫ്രി ഡേവിയുമായി ചേർന്നിട്ട് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തി. പിന്നെ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ കാര്യവും കൂടി ഓർത്തു വയ്ക്കുക. അടുത്തതാരാണ്? ഹെൻറിച്ച് ഗീസർ. ഹെൻറിച്ച് ഗീസറിൻ്റെ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ടത് ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയതിനെയാണ്. നോക്കിയേ, നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. 1857 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായ, അതായത് ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആൾ ഹെൻറിച്ച് ഗീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബിൻ്റെ, അതായത് വാക്കൻ ട്യൂബ്, ഡിസ്ചാർജ് ട്യൂബ് ആവിർഭാവത്തോടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ് കണ്ടെത്തിയത് ആരാണ്? ഹെൻറിച്ച് ഗീസർ ആണ് അല്ലേ. ഹെൻറിച്ച് ഗീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ ഹെൻറിച്ച് ഗീസർ ആണ് ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയത്. പിന്നെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ കണ്ടെത്തലിലൂടെ നമുക്ക് കിട്ടിയത് എന്താണ്? വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകും അല്ലേ. വൈദ്യുതി വാതകങ്ങളിലൂടെയും കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. ഗ്ലേസറും ജൂലിയസ് പ്ലെക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടി. അപ്പോൾ ഇദ്ദേഹവുമായി ഹെൻറിച്ച് ഗീസറായി റിലേറ്റ് ചെയ്ത് ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തി എന്നുള്ളതും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ആവിർഭാവത്തോടെയാണ് എന്ത് വന്നത്? വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത്. ആ 2 പോയിന്റാണ് ഇവിടെ ഓർത്തു വയ്ക്കേണ്ടത്. ഇനി ജൂലിയസ് പ്ലെക്കർ. ജൂലിയസ് പ്ലെക്കർ പ്രധാനമായിട്ടും തിളക്കത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നോക്കി, വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത്. ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേകം തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ആരുടെ കാര്യം പറയുന്നത്? ജൂലിയസ് പ്ലെക്കറിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഹെൻറിച്ച് ഗീസറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തി, പിന്നെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ആവിർഭാവത്തോടെ ആ സമയത്ത് അത് ഹെൻറിച്ച് ഗീസർ ആയിരുന്നു. ഇപ്പം നമ്മൾ ജൂലിയസ് പ്ലെക്കറാണ് പഠിക്കുന്നത്. അപ്പോൾ ജൂലിയസ് പ്ലെക്കറിൽ എന്താ പറയുന്നത്? ഈ ഡിസ്ചാർജ്, അതായത് വൈദ്യുത ഡിസ്ചാർജ് കടന്നു പോകുന്നതിൻ്റെ കാര്യം. അപ്പോൾ വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേകം തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യത്തിനുള്ള തെളിവായിരുന്നു ഇത്. അപ്പം ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളെ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാരാണ്? ജൂലിയസ് പ്ലെക്കറാണ്. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പം ആ ഒരു ആദ്യം നമ്മൾ പഠിച്ചത് ഹംഫ്രി ഡേവി ദ്രാവകമായിരുന്നു അല്ലേ. ദ്രാവകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് മൈക്കൽ ഫാരഡേയും ദ്രാവകമായി റിലേറ്റ് ചെയ്ത്. പിന്നെ വന്ന ഹെൻറിച്ച് ഗീസർ ഡിസ്ചാർജ് ട്യൂബും പിന്നെ വാതകങ്ങളിലൂടെ വൈദ്യുതിയും. ഈ ജൂലിയസ് പ്ലെക്കറും അത് ഓർക്കുക. അപ്പോൾ ജൂലിയസ് പ്ലെക്കർ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് നിർത്തി നിങ്ങളൊന്ന് ആലോചിച്ച് കറക്റ്റ് ആ പേരുകൾ അങ്ങനെ തന്നെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്തതാരാണ്? വില്യം ക്രൂക്സിന് എന്താണ് പ്രധാനമായിട്ടുള്ളത് നമുക്ക് നോക്കാം. അത് വായിച്ചു നോക്കാം അല്ലേ. 1875 ഗ്ലേസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് വില്യം ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങൾ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി. അപ്പം
നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഗ്ലീസർ, അതായത് ഹെൻറിച്ച് ഗീസർ എന്തായിരുന്നു ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തി വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നവീകരിച്ചിട്ട് ഈ വില്യം ക്രൂക്സ് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയ്ക്കുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ചും പഠനമാണ് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ കാഥോഡ് റേ ട്യൂബ് അങ്ങനെ ഓർത്താൽ മതി. ആരെപ്പറ്റി? വില്യം ക്രൂക്സിനെ പറ്റി. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തത നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാരാണ്? അത് വില്യം ക്രൂക്സ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇതിൻ്റെ തുടർച്ചയാണ് ആറ്റത്തെ വിഭജിക്കാമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുമൊക്കെയുള്ള കണ്ടെത്തലിലേക്ക് നയിച്ചത്. പിന്നെ ഇവിടെ നോക്കി, ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും എല്ലാം ഏതാണ്? കാഥോഡ് റേ ട്യൂബുകളാണ്. അപ്പോൾ വില്യം ഗീസർ കഴിഞ്ഞിട്ട് ജൂലിയസ് പ്ലക്കർ കഴിഞ്ഞിട്ട് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് വ്യക്തത നൽകിയത് ആരാണ്? വില്യം ക്രൂക്സ് ആണ്. ഓക്കെ, അടുത്തതാരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ. നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകത്തിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതാരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. ഇത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണ ഫലങ്ങളും ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിനെതിരെയുള്ള ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രലോകത്തിന് നൽകി. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടുവല്ലേ, ആറ്റോമിക സിദ്ധാന്തം എന്ന് പറഞ്ഞ് ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ചത് യുക്തിചിന്താപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ, നിരീക്ഷണങ്ങളോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ അതിന് എതിരായിട്ട് അല്ലെങ്കിൽ ആ ആറ്റോമിക സിദ്ധാന്തത്തിന് എതിരെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ തെളിവുകളാണ് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ സമയത്ത് അല്ലേ. എന്താ പറയുന്നത്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ്റെ അപ്പോൾ എന്ത് കാര്യം ഓർത്ത് വെക്കേണ്ടത്? ഇത് പഠിച്ചാൽ മതി. അതായത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. കിട്ടിയില്ല ഒത്തിരി ആൾക്കാരുടെ കാര്യങ്ങൾ. ഇനി ഒന്നും കൂടി പറയണോ? ചെറുതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് ഹംഫ്രി ഡേവിയുടെ കാര്യം. ഹംഫ്രി ഡേവി പഠിക്കുമ്പോൾ 7 പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ ഓർക്കുക, അത് കണ്ടെത്തി. പിന്നെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഓർക്കുക. അല്ലെങ്കിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ വാതകങ്ങളിലായിട്ട് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയത് ഹംഫ്രി ഡേവി. പിന്നെ തൊട്ടടുത്തത് മൈക്കിൾ ഫാരഡേ ആണ്. അപ്പോൾ മൈക്കിൾ ഫാരഡേയും ഇതിനോടൊപ്പം തന്നെ ചേർന്നിട്ട് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തി. പിന്നെ അവിടെ വൈദ്യുത വിശ്ലേഷണം എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും മൈക്കിൾ ഫാരഡേ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഹെൻറിച്ച് ഗീസർ ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയത് ഓർക്കുക. ഡിസ്ചാർജ് ട്യൂബിൻ്റെ കൂടെ അതിൻ്റെ ആവിർഭാവത്തോടെ കൂടിയാണ് എന്ത് വന്നത്? വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത് അല്ലേ, വാതകങ്ങൾ. അത് കഴിഞ്ഞ് ജൂലിയസ് പ്ലക്കർ ഇങ്ങനെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന് തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. പിന്നെ വില്യം ക്രൂക്സ് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ അതും വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തത നൽകി. പിന്നെ അവസാനം നമ്മൾ പഠിച്ചത് ഏതാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്നത് വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അതും ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് ഏതൊക്കെ? ഹെൻറിച്ച് ഗീസർ, ജൂലിയസ് പ്ലക്കർ, വില്യം ക്രൂക്സ്, യൂഗൻ ഗോൾഡ്സ്റ്റീൻ, ഈ 4 പേരും അതായി റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വില്യം റോൺസൺ. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ, വില്യം റോൺസനെ പറ്റി. എന്താണ്? എക്സ്റേ കണ്ടെത്തിയത്. നമുക്ക് നോക്കാം. ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വില്യം റോൺസൺ നടത്തിയ പരീക്ഷണങ്ങളാണ് 1895 നവംബർ 8 എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. വർഷം ഒന്ന് ഓർത്തിരുന്നോളൂ, 1895 നവംബർ 8 1895 നവംബർ 8 എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. അപ്പോൾ എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? വില്യം റോൺസൺ ആണ്.
കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലൂമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചു. അപ്പോൾ ഒരു പ്രത്യേക വികിരണങ്ങൾ പുറത്തു വരുന്നത് കണ്ടു. അതിനെ എക്സ്റേ എന്ന് വിളിച്ചു. അപ്പോൾ കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലൂമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചു. അപ്പോൾ ഒരു പ്രത്യേക വികിരണങ്ങൾ പുറത്തു വരുന്നത് കണ്ടു. അതിനെ എക്സ്റേ എന്ന് വിളിച്ചു. പിന്നീട് ഈ രശ്മികൾ എക്സ്റേ എന്ന് തന്നെ അറിയപ്പെട്ടു. പദാർത്ഥങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനത്തിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഇത്തരമൊരു കണ്ടെത്തലുണ്ടായത്. വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക നിർമ്മാണ രംഗത്തുമൊക്കെ എക്സ്റേ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. നമുക്കറിയാലോ. അപ്പം എപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പണ്ട് മുതലേ ചോദിക്കുന്നതാണ്, എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? വില്യം റോഞ്ചനാണ്. ഈ വർഷം കൂടി ഓർത്തു വയ്ക്കുക, 1895 നവംബർ 8. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെ തോംസൺ. എന്താണ് ജെ തോമസിനെ പറ്റിയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഇലക്ട്രോൺ അല്ലേ? ജെ തോംസനെ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഇലക്ട്രോൺ ആണ്. നോക്കാം. ജെ തോംസൺ നടത്തിയ പരീക്ഷണങ്ങളാണ് ആറ്റത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്തുവാനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും ഇടയാക്കിയത്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണുള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാസുമുണ്ട്, ഊർജവുമുണ്ട്. ഏത് വാതകമെടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതുഘടകമാണ് ഇതെന്ന് സമർത്ഥിച്ചു. ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങളാണെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും തെളിയിച്ചു. 1897 ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. അതോടെ ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞു. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഈ കണമാണിത്, ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ എന്താ ഉള്ളത്? നെഗറ്റീവ് ചാർജ് ആണുള്ളത് അല്ലേ? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അത് കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലോടുകൂടി ആറ്റത്തിലെ മറ്റു കണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് വളരെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ആധികാരികമായി തെളിയിച്ചത് റൂദർഫോർഡാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് തെളിയിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡാണ്. വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. സ്വർണ്ണത്തകിടിലൂടെ പുറത്തുവരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. ഇതിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്താണ് നിഗമനങ്ങൾ രൂപീകരിച്ചത്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. എന്താ പറഞ്ഞത്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർപ്പിച്ചു. ആ കേന്ദ്രത്തെ എന്തു പറഞ്ഞു? ന്യൂക്ലിയസ്. ആ കേന്ദ്രമാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. 1911 ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. തുടർന്ന് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1920 പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ ന്യൂക്ലിയസും കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് കണ്ടുപിടിച്ചു? ആറ്റത്തിൻ്റെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് കണ്ടെത്തി. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവുമാണ്, വിപരീതവുമാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് നിർണ്ണയിച്ചു. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതോടൊപ്പം ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ഏണസ്റ്റ് റൂദർഫോർഡ് ചെയ്തത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, പ്രോട്ടോൺ കണ്ടുപിടിച്ചു. പിന്നെ പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തി. പിന്നെയോ
ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് പ്രവചിക്കുകയും ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ റൂദർഫോർഡ് ഇങ്ങനെയാണ് ചെയ്തു നോക്കിയത് കേട്ടോ, ഗോൾഡ് ഫോയിൽ പേപ്പറിൽ ആൽഫ കണങ്ങൾ വന്ന കാര്യങ്ങൾ. അടുത്തത് ജെയിംസ് ചാഡ്വിക്ക് ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. നോക്കാം. റൂദർഫോർഡിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ജെയിംസ് ചാഡ്വിക്ക് 1932 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസുള്ളതുമായ കണം ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. അപ്പോൾ ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു 1932. ചാർജ് ഇല്ലാത്ത ഒരു കണമാണ് ന്യൂട്രോൺ. മാസുള്ള കണങ്ങളായ പ്രോട്ടോണും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഏതൊരു മൂലകത്തിൻ്റെ മാറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഇല്ല, പക്ഷേ എന്തുണ്ട്? മാസ് ഉണ്ട് കേട്ടോ. അതായത് പ്രോട്ടോണിനോളം മാസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ വ്യത്യാസം ഒന്ന് നോക്കാം. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. ഇലക്ട്രോണിന് മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗമാണ്. പിന്നെയോ പ്രോട്ടോൺ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്, പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. അതുതന്നെയാണ് ന്യൂട്രോൺ. പിന്നെ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇനി ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായതിനാൽ എങ്ങനെയായിരിക്കും? ആറ്റം വൈദ്യുതപരമായി ഉദാസീനമായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക, റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. നോക്കാം. ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റൂദർഫോർഡ് തൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു. ആറ്റത്തിന് ഏറെക്കുറെ സ്വീകാര്യമായ മാതൃക നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. ഈ മാതൃക പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ എന്താണ്? സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൗരയൂഥത്തെ പോലെയാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, സോളാർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെ ആറ്റത്തിൻ്റെ കാര്യം പറയുന്നത്. സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ട്, ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. കേന്ദ്രഭാഗത്ത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രഭാഗത്ത് സൂര്യനാണെങ്കിൽ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ആണ്. പിന്നെയോ സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഇവിടെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ഇവിടെ ഈ റൂദർഫോർഡ് പറഞ്ഞ കാര്യം, അതായത് ഈ ആറ്റം മാതൃകയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? പൊതുവേ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു എങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? റൂദർഫോർഡിന് അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നീൽസ് ബോറിൻ്റെ ബോർ ആറ്റം മാതൃകയാണ്. അപ്പോൾ ബോർ മോഡൽ ആറ്റം അല്ലെങ്കിൽ ബോർ ആറ്റം മാതൃക ആവിഷ്കരിച്ചതാരാണ്? നീൽസ് ബോർ ആണ്. നോക്കി, റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകി പുതിയൊരു മാതൃക നിർദ്ദേശിച്ചത് നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞനാണ്. ഈ മാതൃക ബോർ മാതൃക എന്നറിയപ്പെടുന്നു. ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാതയെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു.
എന്തൊക്കെയാണ് ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ആശയങ്ങൾ പഠിക്കേണ്ടേ, 6 അത് ആരുടേതായിരുന്നു? ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിക്കണം. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ. ഒന്നാമത്തേത്, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലിലാണ്. പിന്നെയോ, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജമുള്ളതിനാൽ അവയെ ഊർജ നിലകൾ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. പിന്നെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടൊക്കെ തരുകയൊക്കെ ചെയ്യും. അപ്പം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. രണ്ടും കൂടുവാണ്. അകലം കൂടുന്തോറും ഊർജ്ജം കൂടി വരുന്നു. പിന്നെയോ, ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന് നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. 5 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലെന്ന് പറയുന്നു. പിന്നെ ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജ്ജമുണ്ട്, അതുകൊണ്ട് അതിനെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. പിന്നെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അകലം കൂടുന്തോറും, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഊർജ്ജം എന്ത് ചെയ്യുന്നു? ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നു. പിന്നെ KLMNO എന്നുള്ള പേരും ഓർത്തു വയ്ക്കാം. ഓക്കെ അല്ലോ. അപ്പോൾ ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാസ് നമ്പറും ആറ്റോമിക് നമ്പറുമാണ്. മാസ് നമ്പർ, ആറ്റോമിക് നമ്പർ. ഇവിടെ പ്രോട്ടോൺ എവിടെയാണ്? ന്യൂക്ലിയസിൽ. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ്, ന്യൂട്രോൺ ന്യൂക്ലിയസിലാണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസാണ്. പ്രോട്ടോണും ന്യൂട്രോൺ എന്ന് പറയുന്ന 1U, ഇലക്ട്രോൺ 0 ആണ്. ഇനി ഓക്കെ, എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ആരുടെ? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും, അല്ലേ? ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എന്ത് പറയുന്നു? മാസ് നമ്പർ എന്ന് പറയുന്നു. അതിനെ എ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. മാറിപ്പോകരുത് കേട്ടോ. മാസ് നമ്പർ എന്നാണ്, പക്ഷേ എന്താണ് സൂചിപ്പിക്കുന്നത്? എ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആറ്റം വൈദ്യുതപരമായി ഉദാസീനമായതിനാൽ, നമ്മൾ ആദ്യം കണ്ടു അല്ലേ, ഉദാസീനമാണെന്ന് പറഞ്ഞത്. ഉദാസീനമായതിനാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരാറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇനി ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഇതിനെ Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് പറയാം, അല്ലെ? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാറിപ്പോരുത് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പണ്ടെന്നാലും, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അത് ടോട്ടലിന് നമ്മൾ എന്ത് പറയുന്നു? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. അതിനെ A എന്നതുകൊണ്ടാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി പ്രോട്ടോൺ മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. ആറ്റോമിക് നമ്പർ A അല്ല, അത് Z ആണ്. ഓക്കെ, പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ന്യൂട്രോൺ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? A - Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കാം. ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. അതിനെ Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഓക്കെ, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് Z ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് A ആണ്. ആറ്റോമിക് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. മാസ് നമ്പർ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ഇനി ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ കൂടി പ്രതീകത്തോടൊപ്പം ചേർത്താൽ ആറ്റത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാം. ഇതിനായി പ്രതീകത്തിൻ്റെ ഇടതു
വശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പർ. ഇടതുവശത്ത് മുകളിൽ എന്തെഴുതുന്നു നമ്മൾ? മാസ് നമ്പർ എഴുതുന്നു. ഇടതുവശത്ത് മുകളിൽ മാസ് നമ്പറും താഴെ ഇവിടെ ആറ്റോമിക് നമ്പറും. മാസ് നമ്പർ മുകളിൽ, താഴെ ആറ്റോമിക് നമ്പറും എഴുതുന്നു. എ ആണ് മുകളിൽ, എ മുകളിൽ, താഴെ ഇസഡ് കിട്ടുമല്ലോ. എ മുകളിൽ, താഴെ ഇസഡ്. അപ്പോൾ മുകളിൽ ആറ്റോമിക് നമ്പറും താഴെ എന്തെഴുതുന്നു? മാസ് നമ്പറും എഴുതുന്നു. അല്ല, മുകളിൽ മാസ് നമ്പറും താഴെ ആറ്റോമിക് നമ്പറും എഴുതുന്നു. എ മുകളിൽ, എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. സോഡിയം ആറ്റത്തെ, ഇവിടെ നോക്കിയ സോഡിയം ആറ്റത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. സോഡിയം ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 23, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ഇനി ഇവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, നമുക്കത് നോക്കിയിട്ട് പോകാം. ആറ്റത്തിലെ മറ്റു കണികകൾ. മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ മറ്റ് ചില സൂക്ഷ്മ കണങ്ങൾ കൂടി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പേരുകൾ ഓർത്തു വെച്ചാൽ മതി. ഏതൊക്കെയാണ്? മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ. ഏതൊക്കെയാണ്? മീസോൺ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ. ഇനിയും ഇവിടെ പ്രതീകങ്ങൾ തന്നിട്ട് ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ക്വസ്റ്റ്യൻ പൂൾ ചെയ്യില്ലേ, നമ്മൾ 9ാം ക്ലാസ് ഫുൾ കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പൂൾ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഷെല്ലിൻ്റെ തന്നിരിക്കുന്നതാണ്. എന്താണ്? ഇലക്ട്രോൺ വിന്യാസം. കണ്ടോ? ആറ്റോമിക് നമ്പർ 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളിലെ ആറ്റങ്ങളിലെ ഇലക്ട്രോൺ വിന്യാസമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. കണ്ടോ? ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോൺ 1 ആണ്. അപ്പോൾ ഷെല്ലിൽ 1 വരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും 1 മുതൽ 18 വരെയുള്ള തന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, പഠിക്കാൻ പറ്റുകയെന്നല്ല, എന്തായാലും പഠിച്ചിരിക്കുക അല്ലേ? എന്താണ്? 1 മുതൽ 20 വരെയുള്ള മൂലകങ്ങൾ കറക്റ്റായിട്ട് നമ്പർ അനുസരിച്ച് ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ഇനി ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം താഴെ പറയുന്ന തത്വങ്ങൾ പാലിച്ചാണ് നിശ്ചയിക്കുന്നത്. എന്തൊക്കെയാണ് ഇലക്ട്രോൺ നമ്മൾ വിന്യസിക്കുന്നതിനുള്ള കാരണങ്ങൾ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കി, ഒന്നാമത്തെ കാര്യം എന്താണ്? ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. എന്താണ്? പരമാവധി ഇലക്ട്രോണുകൾ. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². n എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ സംഖ്യയാണ് കേട്ടോ. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ആണ്? 2. കെ ഷെല്ലിൻ്റെ സംഖ്യ എന്ന് പറയുന്ന ഒന്നല്ലേ? KLMN 4. അപ്പോൾ 2 × 1². L എന്ന് പറയുന്നത് 2 × 2² 8. M എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 2 × 3² 18. അടുത്തത് 32. ഇത് പഠിച്ചു വയ്ക്കണേ. 2, 8, 18, 32. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2n² എന്നുള്ളത്. രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്? താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ഒരെണ്ണം നിറഞ്ഞത് ന്യൂക്ലിയസ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഷെല്ലെങ്കിൽ എന്താ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്? താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ. അപ്പോൾ കെയിൽ 2 എണ്ണം വന്നു, എല്ലിൽ 8 എണ്ണം അല്ലേ? അപ്പോൾ എല്ലിൽ നമ്മൾ 1, 4, 5, 6, 8 എണ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തയിലേക്ക് എമ്മിലേക്ക് കടക്കാനായിട്ട്. പിന്നെ ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യത ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുറത്ത് എത്രയേ വരാവുള്ളൂ? 8. 9 ഒന്നും വരാൻ പാടില്ല. എത്രയേ വരാവുള്ളൂ ഓരോ ഷെല്ലിൽ? മാക്സിമം 8. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. നോക്കി, ഇവിടെ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നിയോൺ, സോഡിയം, ആർഗൺ. കണ്ടോ? എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഐസോടോപ്പ് എന്ന് നോക്കാം. ബാക്കി ഇങ്ങനെയുള്ള പൂരിപ്പിക്കാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പൂൾ വരുമ്പോൾ പഠിക്കാം കേട്ടോ. ഐസോടോപ്പ് എന്താണ്? ഐസോടോപ്പ് എന്ന് പറയുന്നത് ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. അതായത്
അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഇസഡ്, ഇത് എ അല്ലേ. എ എന്ന് പറയുന്നത് മാസ് നമ്പർ, ഇസഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണെന്നറിയാം. അപ്പോൾ എ ഡിഫറൻറ്റ് ആണെങ്കിൽ അതാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ടോപ്പിലുള്ള ആൾ ഡിഫറൻറ്റ്. നമുക്ക് നോക്കിയേ, ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണെന്ന് മനസ്സിലായി ഇല്ലേ. പ്രോട്ടോണിൻ്റെ എണ്ണമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഒരേ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് താഴെയുള്ളതാണ്. അതല്ലേ ആറ്റോമിക് നമ്പർ, അത് 1. സെയിം ആറ്റോമിക് നമ്പറും ഡിഫറൻ്റ് ആയിട്ട് മാസ് നമ്പറുമുള്ള, ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലുള്ളത് ടോപ്പിലുള്ളതാണ് ഡിഫറൻറ്റ്. ഐസോടോപ്പിൻ്റെ ടോപ്പിലുള്ളതാണ് ഡിഫറൻറ്റ് എന്നുള്ളവർക്ക്. ടോപ്പിൽ ആരാണ്? എ ആണ് കേട്ടോ. ഇതാദ്യം നമ്മൾ പറഞ്ഞില്ലേ, മുകളിലെ എ, താഴെ ഇസഡ് ആണ്. നോക്കിയേ, പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായതിനാൽ ഇവ 3 ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ തന്നെയാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലേ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഇത് ഇസഡ്, മുകളിൽ എ. ടോപ്പിലുള്ളത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ടോപ്പിലുള്ളത് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. നോക്കിയേ, ടോപ്പിലുള്ളതല്ലേ ഡിഫറൻറ്റ്, കണ്ടോ? 1 2 3 എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിലുള്ളതാണ് ഡിഫറൻറ്റ്, താഴെയുള്ളത് സെയിം ആറ്റോമിക് നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ അത് ഐസോടോപ്പ് എന്ന് പറയുന്നു. ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസ സ്വഭാവം ഒരുപോലെയാണ്. മിക്ക മൂലകങ്ങൾക്കും ഐസോടോപ്പുകളുണ്ട്. ഐസോടോപ്പുകൾ തിരിച്ചറിയുന്നതിനായി പേരിനോടൊപ്പം മാസ് നമ്പർ കൂടി പറയാറുണ്ട്. ഐസോടോപ്പ് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ പറയുന്നത്. കാർബണിൻ്റെ നോക്കിയേ, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കണ്ട, മുകളിലുള്ളതല്ലേ, അതായത് മാസ് നമ്പറാണ് വ്യത്യാസമുള്ളത്. വളരെയധികം പ്രാധാന്യമുള്ളവയാണ് ഐസോടോപ്പുകൾ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇനി താഴെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയമാണ്. കാർബണിൻ്റെ ഐസോടോപ്പായ കാർബൺ 14 ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോസിലുകളുടെ പഠനത്തിന് അല്ലേ, നമ്മൾ ചോദിക്കാറുള്ളതാണ് PSC എപ്പോഴും. ഏതാണ്? കാർബൺ 14 ആണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. ഇനി ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പായ ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയുവാനുള്ള ട്രേസറായി ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം അതിന് ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31 ആണ്. ഫോസ്ഫറസ് 31. ഇനി അയഡിൻ 131, കൊബാൾട്ട് 60 മുതലായവ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിച്ചു വരുന്നു. ഏതൊക്കെയാണ്? ക്യാൻസർ, ട്യൂമറിന് ഉപയോഗിക്കുന്നത് അയഡിൻ 131, കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം 235. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം 235, 2 3 5 കേട്ടോ, അത് ഓർത്ത് വയ്ക്കണം. ഇനി നമുക്ക് എന്താണ് ഐസോബാർ, ഐസോട്ടോൺ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഐസോടോപ്പ് മനസ്സിലായല്ലോ. ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒന്നും കൂടി പഠിക്കാം. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിലുള്ളത് ഡിഫറൻറ്റ്, ടോപ്പിലുള്ളത് ഡിഫറൻറ്റ്, അതാണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ഐസോബാർ നമുക്ക് നോക്കാം. എന്താ ഐസോബാറിൻ്റെ എഴുതിയേക്കുന്നേ നോക്കിയേ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പർ താഴെയുള്ളതാണ് ഡിഫറൻറ്റ് അല്ലേ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ എന്ന് പറയുന്നത്. താഴെയുള്ളതായിരിക്കും അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഐസോബാർ. ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, നോക്കിയേ, കണ്ടോ?
താഴെയുള്ളത്, അതായത് ഏതാണ്, ആറ്റോമിക് നമ്പറാണ് ഇവിടെ വ്യത്യാസമായിട്ടുള്ളത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇനി എന്താണ് ഐസോട്ടോൺ? ഐസോട്ടോൺ എന്ന് പറയുന്നത് എന്താ നോക്കി, ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ, ടോൺ ടോൺ ഇൺ അങ്ങനെ ഓർക്കുക. അപ്പോൾ ന്യൂട്രോൺ, ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോട്ടോണുകൾ എന്നറിയപ്പെടുന്നു. ഐസോട്ടോൺ എന്ന് പറയുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ന്യൂട്രോൺ നമ്മൾ കണ്ടതല്ലേ, ന്യൂട്രോൺ എങ്ങനെയാണ്, A-Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺ കിട്ടും. അപ്പോൾ 15 - 7, പിന്നെയോ 14 - 6, 8. അപ്പോൾ 8. ന്യൂട്രോൺ എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണെങ്കിൽ അത് ഐസോട്ടോൺ എന്നറിയപ്പെടുന്നു. ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഇനി ഇതും കൂടി നമുക്കുള്ള എന്താണ്, ഹിഗ്സ് ബോസോൺ, ദൈവകണം എന്നറിയപ്പെടുന്നത് അല്ലേ, അങ്ങനെയാണ് ചോദിക്കാറ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഏതാണ്, ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ആണ്. നമുക്ക് ഈ പാരഗ്രാഫും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ജീവശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തം പോലെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയിട്ട് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തം ഏതാണ്, സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തമാണ്. ഇതനുസരിച്ച് ഫെർമിയോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജ്ജവാഹിനികളും ഉൾക്കൊള്ളുന്ന 17 മൗലിക കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത്. ആ സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം അനുസരിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഫെർമിയോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജ്ജവാഹിനികളും അടങ്ങിയ 17 മൗലിക കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത്. കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമെന്ന് സമീപകാലം വരെ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന കണമാണ് ഹിഗ്സ് കണം. ഏതാണ്, ഹിഗ്സ് ബോസോൺ, ഹിഗ്സ് കണം. 2012 ജൂലൈ 4 സ്റ്റാൻഡേർഡ് മോഡൽ പ്രവചിച്ചതിന് സമാനമായി ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയതായി ജനീവയിലെ CERN ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചു. അപ്പോൾ CERN ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ജനീവയിലാണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് എന്താണ്, ഹിഗ്സ് ബോസോൺ ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നോക്കി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പൂൾ വരുമ്പോൾ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിച്ചിരിക്കണം. എല്ലാവരെയും പറ്റി നമ്മൾ ആ പറഞ്ഞ ഓർഡറിൽ തന്നെ ഓരോ ശാസ്ത്രജ്ഞരെ പറ്റിയിട്ട് പഠിക്കാം. പിന്നെ ഐസോട്ടോപ്പ്, പ്രധാനപ്പെട്ട ഐസോട്ടോപ്പ് കാർബൺ 14, ഫോസ്ഫറസ് 31, യുറേനിയം 235, 235 എന്നുള്ളതൊക്കെ പഠിച്ചിരിക്കുക. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.